Hello students, next നമുക്ക് section 5.3 higher order Taylor methods ആണ് പഠിക്കാനുള്ളത്. അപ്പോൾ അതിൽ ആദ്യത്തെ ഒരു ഡെഫിനിഷൻ ആണ് ട്രങ്കേഷൻ എററിന്റെ ഡെഫിനിഷൻ ആണ്. അപ്പോൾ ഡെഫിനിഷൻ ഒന്ന് നോക്കാം. The difference method W not equal to alpha with Wi plus 1 is equal to Wi plus h into phi of Ti Wi for I equal to 0, 1, 2, 3 etc. up to n minus 1. ഇതാണ് കേട്ടോ ടൈലർ പ്രോബ്ലത്തിൻ്റെ ജനറൽ ഫോം. has a local truncation error. ഇതിൻ്റെ എറർ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോമുലയാണ് tau I plus 1 of h is equal to yi plus 1 minus yi plus h into phi of Ti yi the whole divided by h. ഇത് കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ ഇത് ക്യാൻസലേഷനൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ yi plus 1 minus yi divided by h minus phi of Ti yi for I equal to 0, 1, 2, 3 etc. up to n minus 1. ഇതാണ് ട്രങ്കേഷൻ എററിൻ്റെ ഫോമുല where yi and yi plus 1 are solutions of the differential equations at Ti and Ti plus 1 respectively. ഓക്കെ, അപ്പോൾ എന്താണ് ട്രങ്കേഷൻ എറർ എന്നുള്ളതൊന്ന് ജസ്റ്റ് പഠിച്ചു വയ്ക്കുക. ഈ yi plus 1 yiയും Tiയിലും Ti plus 1 ഉള്ള സൊല്യൂഷൻസ് ആണ്. നമ്മുടെ ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം അത് സോൾവ് ചെയ്യാനാണ് നമ്മൾ ടൈലർ മെത്തേഡ്സ് യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ ടൈലർ മെത്തേഡിൻ്റെ ജനറൽ ഫോമുലയാണത് w not equal to alpha and Wi plus 1 is equal to Wi plus h into phi of Ti, Wi എന്നുള്ളത്. ഇനി നമുക്ക് ടൈലർ മെത്തേഡിൻ്റെ ഹയർ ഓർഡർ നോക്കാം. ടൈലർ മെത്തേഡ് ഓഫ് ഓർഡർ n. അപ്പോൾ w not equal to alpha, Wi plus 1 is equal to ഓർഡർ n അല്ലേ. അപ്പോൾ Wi plus 1 is equal to Wi plus h into മറ്റടുത്ത് ഫൈ ആയിരുന്നു, അതിന് പകരം ഇവിടെ എത്രയാണ് ഓർഡർ ടി റേസ് ടു എൻ. ആ എൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഓർഡറിനെയാണ്. എത്ര ഓർഡർ ആണോ പറയുന്നത് അത്രയും വരെ വരും. അപ്പോൾ ടി റേസ് ടു എൻ ഓഫ് Ti, Wi. ഇവിടുത്തെ വാരിയബിൾസ് Ti, Wi എന്നാണ് എടുക്കണേ. ഫോർ I equal to 0, 1, 2, 3 etc. up to n minus 1. where Tn of Ti, Wi is equal to f of Ti Wi plus h by 2 into f dash of Ti, Wi plus etc. plus h raised to n minus 1 by n factorial into f raised to n minus 1 of Ti, Wi. ഇതാണ് ഫോമുല വരുന്നത് ഹയർ ഓർഡർ ടൈലർ മെത്തേഡിൻ്റെ. അപ്പോൾ നമ്മൾ ഓയിലേഴ്സ് മെത്തേഡ് പഠിച്ചിരുന്നു അല്ലേ. അപ്പോൾ അവിടെ ഒരു കാര്യം പറയാനുള്ളത് ഓയിലേഴ്സ് മെത്തേഡ് എന്ന് വെച്ചാൽ ടൈലേഴ്സ് മെത്തേഡ് ഓഫ് ഓർഡർ 1 ആണ്. ഓയിലേഴ്സ് മെത്തേഡ് എന്ന് വെച്ചാൽ ടൈലർ മെത്തേഡ് ഓഫ് ഓർഡർ 1 ആണ്. അപ്പോൾ ടൈലർ മെത്തേഡ് ഓഫ് ഓർഡർ 1 അല്ലെങ്കിൽ ടൈലേഴ്സ് മെത്തേഡ് പഠിച്ചില്ല എന്ന് ആരും വിചാരിക്കേണ്ട. നമ്മൾ ഓയിലർ മെത്തേഡ് പഠിച്ചിരുന്നു. അതാണ് ടൈലർ മെത്തേഡ് ഓഫ് ഓർഡർ 1. ഇനി ഹയർ ഓർഡർ 2ഓ 3ഓ 4ഓ ഒക്കെ വരുമ്പോഴുള്ള ഹയർ ഓർഡർ ടൈലർ മെത്തേഡാണ് നമ്മളിവിടെ പഠിക്കാനായിട്ട് പോകുന്നത്. അതിൻ്റെ ഫോമുലയാണ് ഈ പറഞ്ഞത്. ആദ്യത്തെ പോയിന്റിനെ w not equal to alpha എന്ന് എടുക്കുന്നു. പിന്നത്തെ പോയിന്റ്സ് കണ്ടുപിടിക്കാനുള്ള ഫോമുലയാണ് ഇവിടെ നമ്മൾ പറഞ്ഞത്. ഈ ഫോമുല യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പ്രോബ്ലം ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കാം. അതിൽ തന്നെ 2 എണ്ണം വരുന്നുണ്ട്. അപ്ലൈ ടൈലർ മെത്തഡ് ഓഫ് ഓർഡർ 2 ആൻഡ് ഓർഡർ 4 2 എണ്ണം വരുന്നുണ്ട്. 2 വെച്ചും 4 വെച്ചും കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. വിത്ത് ക്യാപിറ്റൽ N is equal to 10. അപ്പോൾ 10 പാർട്ടീഷൻസ് വരുന്നുണ്ട് അവിടെ. ടു ദ ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം y dash is equal to y minus t square plus 1 where 0 less than or equal to t less than or equal to 2 and y of 0 is equal to 0.5. അപ്പോൾ ഇതാണ് പ്രോബ്ലം തന്നിരിക്കുന്നത്. ഇത് നമുക്ക് ഹയർ ഓർഡർ ടൈലർ മെത്തേഡ് വെച്ചിട്ട് ചെയ്യണം. ഫസ്റ്റ് ഓർഡർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓയിലർ മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് തന്നേക്കുന്ന പ്രോബ്ലം നോക്കാം. y dash is equal to y minus t square plus 1 എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ y dash equal to f of ty എന്നാണ് അല്ലേ നമ്മുടെ ജനറൽ ഫോം. അപ്പോൾ f of ty t, y of t എന്ന് എഴുതിയാലും കുഴപ്പമില്ല കേട്ടോ. f of ty is equal to y minus t square plus 1 ആണ്. അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് ഓർഡർ 2 ഉള്ളതാണ് കേട്ടോ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എഫ് ഡാഷ് ഒരു ഡെറിവേറ്റീവ് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. എത്ര ഓർഡർ ആണോ പറഞ്ഞിരിക്കുന്നത് അതിൽ ഒരെണ്ണം താഴെയുള്ള ഡെറിവേറ്റീവ്. ഇപ്പോൾ 2 ആണ് ഓർഡർ എങ്കിൽ എഫ് ഡാഷ് മാത്രം കാൽക്കുലേറ്റ് ചെയ്താൽ മതി. 3 ആണ് ഓർഡർ എങ്കിൽ എഫ് ഡാഷും എഫ് ഡബിൾ ഡാഷും കാൽക്കുലേറ്റ് ചെയ്യണം. 4 ആണ് ഓർഡർ എങ്കിൽ എഫ് ഡാഷും എഫ് ഡബിൾ ഡാഷും എഫ് ട്രിപ്പിൾ ഡാഷും അത്രയാണ് ഫോർമുലയിൽ വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഈ ഫോർമുല കണ്ടാലറിയാം. ഇതിനകത്ത് കണ്ടോ ഈ n-1th ഡെറിവേറ്റീവ് വരെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് സെക്കൻഡ് ഓർഡർ യൂസ് ചെയ്യുന്നതുകൊണ്ട് എഫ് ഡാഷ് കണ്ടുപിടിക്കാം. എഫ് ഡാഷ് ഓഫ് ടി വൈ ഓഫ് ടി ഈസ് ഈക്വൽ ടു ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ വൈ ഡാഷ് മൈനസ് 2t കിട്ടും. പിന്നെ വൈ ഡാഷ് എന്താണെന്നുള്ളത് നമുക്ക് തന്ന ഫോർമുലയിൽ നിന്ന് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വൈ മൈനസ് ടി സ്ക്വയർ പ്ലസ് 1 മൈനസ് 2t എന്ന് കിട്ടും. ഓക്കെ,
നെക്സ്റ്റ് നമുക്ക് അപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് പിന്നെ ഫോർമുലയിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ളത് ഇതാണ്. ടി എൻ ഓഫ് ടി ഐ കോമ ഡബ്ല്യു ഐ എന്നുള്ളിടത്ത് നമുക്കിവിടെ സെക്കൻഡ് ഓർഡർ ആയതുകൊണ്ട് T2 ഓഫ് ടി ഐ കോമ ഡബ്ല്യു ഐ ഇസ് ഈക്വൽ ടു ഫോർമുല എന്താ വരിക, എഫ് ഓഫ് ടി ഐ ഡബ്ല്യു ഐ പ്ലസ് H/2 ഇൻറ്റു എഫ് ഡാഷ് ഓഫ് ടി ഐ കോമ ഡബ്ല്യു ഐ അല്ലേ. ടി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല നമ്മളിവിടെ പറഞ്ഞിരുന്നു. ഇത് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കണം. എന്നിട്ട് വേണം നമുക്ക് ഒറിജിനൽ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ, മെത്തേഡിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. അപ്പോൾ ഇവിടെ T2 കണ്ടുപിടിക്കുമ്പോൾ ഇതാണ് ഫോർമുല വരുന്നത്. ഇത് രണ്ടും നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ എഫ് ഓഫ് ടി വൈ ആണ് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. നമുക്കിവിടെ എഴുതുമ്പോൾ ടി ഐ കോമ ഡബ്ല്യു ഐ ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ കറസ്പോണ്ടിംഗ്ലി ടിയുടെ പ്ലേസിൽ ടി ഐയും വൈയുടെ പ്ലേസിൽ ഡബ്ല്യു ഐയും എഴുതാൻ മറക്കരുത്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എഫ് ഓഫ് ടി ഐ കോമ ഡബ്ല്യു ഐ എന്നുള്ളിടത്ത് ഡബ്ല്യു ഐ മൈനസ് ടി ഐ സ്ക്വയർ പ്ലസ് 1 എഴുതി. H/2 ഇൻറ്റു എഫ് ഡാഷിൻ്റെ പ്ലേസിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എഴുതി. ഓക്കെ, ഞാൻ ഇതിനെ കോമൺ ആയിട്ട് ഔട്ട് സൈഡ് എടുക്കാൻ പറ്റുന്നതൊക്കെ ഔട്ട് സൈഡ് എടുത്തു. അപ്പോൾ ഡബ്ല്യു ഐ മൈനസ് ടി ഐ സ്ക്വയർ ഇവിടെയുണ്ട്, ഡബ്ല്യു ഐ മൈനസ് ടി ഐ സ്ക്വയർ ഇവിടെയുണ്ട്. അപ്പോൾ രണ്ടിലും ഇവിടെ ഇത് ഔട്ട് സൈഡ് എടുക്കുകയാണെങ്കിൽ ഇവിടെ പിന്നെ 1 ആണ് ബാക്കി ഉണ്ടാവുക, ഇവിടെ ഒരു H/2 ബാക്കി ഉണ്ടാവും. അപ്പോൾ 1 + H/2 ദ ഹോൾ ഇൻറ്റു ഡബ്ല്യു ഐ മൈനസ് ടി ഐ സ്ക്വയർ. പ്ലസ് 1 ഇവിടെ കോമൺ ആണ് അല്ലേ, എവിടെയോ അതെ +1 വരെയുള്ള ടേംസ് കോമൺ ആണ്. അപ്പോൾ ഡബ്ല്യു ഐ മൈനസ് ടി ഐ സ്ക്വയർ +1 വരെ എടുക്കാനായിട്ട് പറ്റും. മൈനസ് പിന്നെ ഒരു ടേം, ഈ ഒരു ടേമാണ് ബാക്കി നിൽക്കണേ. അപ്പോൾ H/2 ഇൻറ്റു 2y മൈനസ് H/2 ഇൻറ്റു 2y ചെയ്യുമ്പോൾ 2 ക്യാൻസൽ ചെയ്ത് പോയിട്ട് HTI. ഇതാണ് ഇവിടുത്തെ കാൽക്കുലേഷൻ വരുന്നത്. ഇതാണ് നമുക്ക് T2 ഓഫ് ടി ഐ കോമ ഡബ്ല്യു ഐ കിട്ടണത്. അപ്പോൾ കോമൺ ആയിട്ട് എടുക്കാനുള്ളതൊക്കെ കോമൺ ആയിട്ട് എടുത്തിട്ട് എഴുതിക്കോളൂ കേട്ടോ. അതാണ് നമുക്ക് പ്രോബ്ലം ചെയ്യാനായിട്ട് എപ്പോഴും എളുപ്പം. അപ്പോൾ കോമൺ ആയിട്ട് എന്തെങ്കിലും ഔട്ട് സൈഡ് എടുക്കാനുണ്ടെങ്കിൽ അത് ഔട്ട് സൈഡ് എടുത്തിട്ട് എഴുതുക. പിന്നെ ഇനി നമുക്ക് മെത്തേഡിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെങ്കിൽ H അറിയണം. അപ്പോൾ n = 10 തന്നിട്ടുണ്ട്. ഇൻ്റർവെൽ നമുക്ക് തന്നിരിക്കുന്നത് ക്ലോസ്ഡ് ഇൻ്റർവെൽ 0 to ആണ്. അപ്പോൾ നമുക്ക് H കാൽക്കുലേറ്റ് ചെയ്യാം. H എന്ന് പറഞ്ഞാൽ B-A/n ആണ്. അപ്പോൾ 2 - 0 / 10 അപ്പോൾ 0.2 ആണ് എന്ന് കിട്ടും. ഇനി ഓരോ ടി ഐയും കണ്ടുപിടിക്കാൻ 0.2 വീതം ആഡ് ചെയ്തുകൊണ്ടിരിക്കാറാണ് പതിവ്. അതിന് പകരം 0.2 ഇൻറ്റു ഐ ചെയ്താൽ മതി. വേറെ I = 1, 2, 3 etc. up to 10 ഇൻ്റർവെൽസ് ആണ് ഉണ്ടാവുക. 10 ആയിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ 0.2 ഇൻറ്റു ഐ ചെയ്താൽ മതി. അപ്പോൾ ആദ്യത്തത് ഐക്ക് 1 കൊടുക്കുമ്പോൾ 0.2, ഐക്ക് 2 കൊടുക്കുമ്പോൾ 0.4, ഐക്ക് 3 കൊടുക്കുമ്പോൾ 0.6, 0.8 അങ്ങനെ. അതായത് റിപ്പീറ്റ് ചെയ്ത് H ആഡ് ചെയ്യുന്നതിന് പകരം ഐ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് പോയിട്ടുണ്ടെങ്കിലും നമുക്ക് ആ ഡിവിഷൻസ് തന്നെയാണ് കിട്ടണത്. അപ്പോൾ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് +H +2H +3H എന്നൊക്കെ എഴുതുന്നതിന് പകരം ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത ഫോർമുല എഴുതുന്നതായിരിക്കും കുറച്ചുകൂടി എളുപ്പം. അതുകൊണ്ടാണ് ഈ ഒരു ഫോർമുലയ്ക്ക് കൺവേർട്ട് ചെയ്തത്. അപ്പോൾ ഐയുടെ വാല്യൂ 1 ആകുമ്പോൾ 0.2, ഐയുടെ വാല്യൂ 2 ആകുമ്പോൾ 0.4, ഐയുടെ വാല്യൂ 3 ആകുമ്പോൾ 0.6 അങ്ങനെ 10 ഡിവിഷൻസും നമുക്കവിടെ കിട്ടും അല്ലേ. അപ്പോൾ ആ രീതിയിൽ എഴുതുക. അപ്പോൾ ഇത് മറക്കാതെ എഴുതുക. ഓരോ ടി ഐയും T1 എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ 0.2, T2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 0.4, T3 എന്ന് പറഞ്ഞാൽ 0.6. അത് ഈ വാല്യൂ മാറുന്നതിനനുസരിച്ചിട്ട് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് വന്നോളും. അതിനാണ് അതിനെ ഇങ്ങനെ ഒരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തത്. അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. ഇനി നമ്മൾ മെത്തേഡ് അപ്ലൈ ചെയ്യാൻ പോവാണ്. നമ്മുടെ ഫോർമുല വെച്ചിട്ട് W0 = ആൽഫ ആൻഡ് WI +1 = WI + H ഇൻറ്റു T⁻² ഓഫ് ടി ഐ കോമ ഡബ്ല്യു ഐ ആണ്. നമ്മൾ ആ T⁻² ഓഫ് ടി ഐ കോമ ഡബ്ല്യു ഐ ഇതാ ഇവിടെ ഫൈൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ W0 = ആൽഫ എന്ന് പറയുമ്പോൾ ഇവിടെ സ്റ്റാർട്ടിംഗ് വാല്യൂ തന്നിരിക്കുന്നത് നോക്കുക. ഇനീഷ്യൽ കണ്ടീഷൻ തന്നിരിക്കുന്നതിൽ നോക്കിയാൽ അറിയാം y of 0 = 0.5. അപ്പോൾ ഇതാണ് നമുക്ക് W0 വരുന്നത്. W0 ഇവിടെ ആൽഫയായിട്ട് വരുന്നത് 0.5 ആണ്. അപ്പോൾ അത് ശ്രദ്ധിക്കണം. അത് ഇനീഷ്യൽ കണ്ടീഷനിൽ നിന്നാണ് നമുക്ക് കിട്ടണത്. അപ്പോൾ W0 = 0.5 ആൻഡ് WI +1 = ഫോർമുല ഒരു പ്രാവശ്യം എഴുതുക. WI + H ഇൻറ്റു പിന്നെ നമുക്ക് T2 ഓഫ് ടി ഐ കോമ WI ആണ്. അപ്പോൾ നമ്മൾ ഫൈൻഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് പ്രകാരം അത് ഇതാണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദാറ്റ് ഈസ് ഈക്വൽ ടു WI നമുക്കറിയില്ല, അതങ്ങനെ തന്നെ എഴുതുക. പ്ലസ് Hൻ്റെ വാല്യൂ അറിയാം, അപ്പോൾ അതിന് പകരം 0.2. അതുപോലെ തന്നെ ഇതിൽ നമുക്ക് വാല്യൂസ് അറിയാം, എന്തെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ 1 + Hൻ്റെ പ്ലേസിൽ 0.2/2 ഇൻറ്റു WI അറിയില്ല മൈനസ് TI². TIയുടെ വാല്യൂ നമുക്കറിയാം. TIയുടെ വാല്യൂ ഇപ്പോൾ നമ്മൾ 0.2i എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ TIയുടെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 0.04i². അപ്പോൾ ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. TIക്ക് ഓരോ TIക്കും ഐയിലുള്ള വാല്യൂ, അതായത് എത്രയാണോ H അതേ ഇൻറ്റു I. 4i = 1, 2, 3 etc. up to 10.
അപ്പോൾ 0.2i എന്നുള്ളത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ ഇവിടെ സ്ക്വയർ എടുക്കുമ്പോഴാണ് നമുക്ക് 0.04i സ്ക്വയർ പ്ലസ് 1 മൈനസ് h ഇൻറ്റു ടി ഐ എന്നുള്ളിടത്ത് എച്ചിനും വാല്യൂ കൊടുക്കാം ടി ഐക്കും വാല്യൂ കൊടുക്കാം. അപ്പോൾ നമുക്ക് 0.04i എന്ന് കിട്ടും. അങ്ങനെ മാക്സിമം തന്നെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യാം. ഇനി ഇതിൻ്റെ ഓപ്പൺ ചെയ്ത് ബ്രാക്കറ്റൊക്കെ ഓപ്പൺ ചെയ്ത് മാക്സിമം സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നിങ്ങൾക്കിത് കാൽക്കുലേറ്റർ വെച്ച് ചെയ്ത് നോക്കിയാൽ കിട്ടും കേട്ടോ. ഈ ഇക്വേഷൻ നമുക്ക് കിട്ടും 1.22 ഇൻറ്റു WI മൈനസ് 0.0088i സ്ക്വയർ മൈനസ് 0.008i പ്ലസ് 0.22 ഫോർ i ഈക്വൽ ടു 0, 1, 2, 3 എക്സെട്ര അപ് ടു n-1 എന്നാണ് പറയാറ് നമ്മൾ. ഇവിടുത്തെ n-1 എന്ന് പറയുമ്പോൾ അപ് ടു 9 വരെയാണ്. for i equal to 0, 1, 2, 3 etc. up to 9. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ ഫോർമുല കിട്ടി, ഐട്രേറ്റീവ് ഫോർമുല കിട്ടി. ഇനി ഓരോ വാല്യൂസ് ആയിട്ട് നമ്മൾ ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ നോക്കി ആദ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക i equal to 0ലാണ്. i equal to 0 കൊടുക്കുമ്പോൾ നമുക്ക് വരുന്നത് y of 0.2, അതായത് W1 ആണ് നമുക്ക് കിട്ടുക. WI plus 1 എന്നുള്ള ഫോർമുലയിൽ i equal to 0 കൊടുത്താൽ W1 equal to W0 plus h ഇൻറ്റു ബാക്കി കാര്യങ്ങളാണ് വരിക. അപ്പോൾ നമ്മൾ ആദ്യം i equal to 0 എന്ന് കൊടുത്താൽ നമുക്ക് y of 0.2 ആണ് ആദ്യം കിട്ടുക അല്ലേ. y of 0.2 കിട്ടും. അപ്പോൾ y of 0.2 is approximately equal to W1 എന്നാണ് നമ്മുടെ അസംഷൻ. അപ്പോൾ y of 0.2 is approximately equal to W1. W1ൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഈ ഫോർമുല, ഈ ഫൈനൽ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഇപ്പോൾ നമ്മൾ ഈ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ച ഫോർമുലയില്ലേ അതിനകത്ത്. അപ്പോൾ അതിനകത്ത് 1.22 ഇൻറ്റു WI എന്നുള്ളിടത്ത് നമ്മുടെ ആദ്യത്തത് W0 അല്ലേ വരിക, I0 അല്ലേ. അപ്പോൾ W0 ആണ് ആദ്യം വരിക. W0ൻ്റെ പ്ലേസിൽ അതിൻ്റെ വാല്യൂ 0.5 മൈനസ് 0.0088i സ്ക്വയർ. ഇവിടുത്തെ ഐയുടെ വാല്യൂ 0 അല്ലേ, അപ്പോൾ 0 സ്ക്വയർ. അടുത്തതിൽ ഒരു i വരുന്നുണ്ട്, അവിടെ 0 പ്ലസ് 0.22. അങ്ങനെ ഫൈനൽ നമുക്ക് വാല്യൂ എടുക്കുമ്പോൾ 0.83 ആണ് W1 കിട്ടുക. ഇനി അടുത്തത് നമുക്ക് അടുത്ത സ്റ്റെപ്പ് i equal to 1 ആകുമ്പോൾ y of 0.4. y of 0.4 എന്ന് പറഞ്ഞാൽ അത് W2ൻ്റെ വാല്യൂ ആണ്. W2ൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഓർത്ത് വെക്കണം കേട്ടോ. y of 0.2 അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു W1, y of 0.4 അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു W2. അപ്പോൾ W2 വരുമ്പോൾ ഇവിടെ 1.22 ഇൻറ്റു അതിൻ്റെ വാല്യൂ 1 ആയതുകൊണ്ട് ജനറൽ ഫോർമുലയിലേക്കും കൂടി ഒന്ന് നോക്കുക. ഇവിടെ നമുക്ക് W1 വരും. W1 എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് 0.83 മൈനസ് 0.0088 ഇൻറ്റു i സ്ക്വയർ ആണ്. ഇവിടെ i സ്ക്വയർ എന്ന് പറഞ്ഞാൽ 0.2 സ്ക്വയർ അല്ലേ. ഇവിടുത്തെ i 0.2 അല്ലേ വരിക നമുക്ക്. i സ്ക്വയർ എന്ന് പറയുമ്പോൾ മൈനസ് 0.008 ഇൻറ്റു 0.2 പ്ലസ് 0.22. ഇവിടെ ഈ ഐയുടെ വാല്യൂ മാറുന്നതിനനുസരിച്ചിട്ട് ഇവിടെ പക്ഷേ ഈ ഐ വാല്യൂ കൊടുക്കുമ്പോഴേ നമുക്കവിടെ എന്താണോ 0.2 ഇതാണ് കേട്ടോ ഈ ഉദ്ദേശിക്കുന്നത് ഈ ഐയുടെ വാല്യൂ എന്നുള്ളതുകൊണ്ട് ആദ്യത്തതിൽ എപ്പോഴും 0, പിന്നെ നമ്മൾ ആ 0.2, 0.4, 0.6 അതാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ ഈ മാറുന്ന i equal to 1, 2, 3 എക്സെട്ര അതിലെ 1, 2, 3 അല്ല കേട്ടോ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. അത് തെറ്റിക്കരുതേ. ഈ ഡിവിഷൻസ് TIയുടെ ഡിവിഷൻസ് ആണ് നമ്മളവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്ന i വാല്യൂ. അത് yയും WIയും തമ്മിലുള്ള ആ റിലേഷനിൽ വെച്ചിട്ടാണ് അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഈ i സ്റ്റാൻഡ്സ് ഫോർ W1, W2, W3, W4 അങ്ങനെ എഴുതാൻ മാത്രമാണ് നമ്മൾ ഇവിടെ എഴുതുന്ന ഈ i യൂസ് ചെയ്യുന്നുള്ളൂ. പിന്നെ ഈ ഫോർമുലയിൽ വരുന്ന ഐകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 0, 0.2, 0.4, 0.6 അങ്ങനെയുള്ളതാണ് അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. അത് രണ്ടും കൂടെ അങ്ങോട്ട് ഇങ്ങോട്ട് മാറ്റരുതേ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് പഠിക്കുക. അപ്പോൾ അതാണ് ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് W2 ഈക്വൽ ടു 1.2158 കിട്ടും. ഇനി W3 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് y of 0.6 ആണ്. അപ്പോൾ അത് കിട്ടാനായിട്ട് 1.22 ഇൻറ്റു ഇവിടെ നമുക്ക് W3യുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അതുപോലെ ഇവിടെ i സ്ക്വയറും ഐയുടെയും പ്ലേസ് ഉണ്ട്. അവിടെ നമുക്ക് കറസ്പോണ്ടിങ്ങിലി പ്രീവിയസ് വാല്യൂ അതായത് 0.4 ആണ് ഇവിടെ ഐയുടെ വാല്യൂ വരുന്നത്. 0.4 എന്നുള്ള വാല്യൂ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. അതുപോലെ അടുത്തത് y of 0.8 കണ്ടുപിടിക്കണമെങ്കിൽ ഇതുപോലെ തന്നെ കൊടുക്കണം. അപ്പോൾ ഇവിടെ നോക്കി ഈ ഐയുടെ പ്ലേസിൽ അതിൻ്റെ പ്രീവിയസ് വാല്യൂ ആയ 0.6 ആണ് കൊടുക്കേണ്ടത് കേട്ടോ.
അടുത്തത് y(1.0) അങ്ങനെ 0.2 ആഡ് ചെയ്ത് ഇത് കൂടി വരും. ഇവിടെ കൊടുക്കുമ്പോൾ ഈ ഐയുടെ വാല്യൂ ശ്രദ്ധിക്കണം, അത് പ്രീവിയസ് വാല്യൂ ആണ് കൊടുക്കുന്നത്. അങ്ങനെ നമ്മൾ വാല്യൂസ് ആ സെയിം ഫോർമുലയിൽ തന്നെ ഇട്ട് ഇങ്ങനെ വാല്യൂസ് കണ്ടുപിടിക്കുകയാണ്. എവിടെ വരെ നമ്മൾ ചെയ്യേണ്ടി വരും? y(2) ആകണ വരെ നമ്മൾ ചെയ്യേണ്ടി വരും. അപ്പോൾ y(2) ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു W10. അങ്ങനെ അത് കണ്ടോ, പ്രീവിയസ് വാല്യൂ y(2)ൻ്റെ പ്രീവിയസ് വാല്യൂ 1.8 ആണ്. 1.8 ഇവിടെ ഇട്ട് കൊടുത്തിട്ട് ഫൈൻഡ് ചെയ്തു. ലാസ്റ്റ് നമുക്ക് ഫൈനൽ ആൻസർ വരുന്നത് 5.347684 എന്നാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പ്രോബ്ലം ചെയ്ത് അവസാനിപ്പിക്കേണ്ടത്.